നല്ല ചൂടല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻ കണ്ടാലോ? ഈ ചൂടത്ത് നമുക്ക് കോട്ടണോ ലിനനോ ഒക്കെ അല്ലാതെ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സൈസ് ചൂടല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് കുറച്ച് കോട്ടണിലുള്ള സാരീസ് കാണിക്കാമെന്ന്. അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വന്നിരിക്കുന്ന കോട്ടൺ സാരീസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നിൻ്റെ റേറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഓരോന്നിൻ്റെ റേറ്റ് പറയാം കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു മെറൂൺ, അതായത് മെറൂൺ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് മെറൂണും അല്ല, അല്പം ഒരു പിങ്കും കൂടെ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്ന പോലെ ഒരു ടോണാണ് കേട്ടോ. അതിനകത്ത് ഇതേ ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. അതിൻ്റെ ബോർഡറിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെ റേറ്റ് വരുന്ന 1790 പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സാരീസാണ് കേട്ടോ. ഇത് ലിമിറ്റഡ് പീസസ് ആണ്. ഇതേ ഇങ്ങനെയാണ് സാരി വരുന്നത്. രണ്ട് ബോർഡറിലും മുന്താണിയിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലാട്ടോ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടത് ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ള കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ വന്നേക്കണ പ്ലെയിൻ ബ്ലൗസ് അല്ലേ? അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടല്ലേ? ഇല്ലല്ല, ബ്ലൗസിൽ ഇതേ സ്ലീവ് എൻഡിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു വർക്ക് വരും. പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സാരീസ്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫ് പോർഷനിലാണ് നമ്മൾക്ക് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. എല്ലാ എംബ്രോയ്ഡറി സാരീസിൽ വരുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് സാരി വരുന്നത്. അടുത്തത് വരുന്നത് വൈറ്റിലാണ്. വൈറ്റിൽ ഇതേപോലെ ഒരു പീച്ചിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക്. ബോഡിയിൽ ഇതേപോലെ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക് 1180. രണ്ട് ബോർഡറിലും ഈ ഒരു സ്കാലപ്പ് ഡിസൈനും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കണ്ടോ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇത് വിത്തൗട്ട് ബ്ലൗസ് ആണ് കേട്ടോ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷനിലേക്ക് വരുന്ന സാരി. സഫയർ ബ്ലൂ കോമ്പിനേഷൻ 1180 പ്യുവർ കോട്ടൺ ആണ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡറിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. അടുത്തത് വരുന്നത് കോട്ടണിൽ ഇത് കണ്ടോ, കോട്ടണിൽ ഇതിൻ്റെ ബോർഡേഴ്സിന് ഇതേ വേറൊരു കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ബോർഡറാണ് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് ടോണാണ്. അതിൻ്റെ ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. മുന്താണി വരുമ്പോൾ മുന്താണിയിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക്. എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ ബോർഡറിൽ വന്നിരിക്കുന്ന അതേ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പ്രിൻറ്റഡ് ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? റേറ്റ് 1580. 1580. ഇതെല്ലാം പ്യുവർ കോട്ടൺ തന്നെ. ബോർഡറിൻ്റെ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസും. അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച്. അടുത്ത കളർ. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. അതിനകത്താണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ആ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്, സെയിം ഡിസൈനിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് വരുന്നത് നമുക്ക് കോട്ടണിൽ ഇതൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി വരുമ്പോൾ ഒരു റെഡിൽ അല്പം ഒരു ചില്ലി റെഡ് ടോണിലേക്ക് വരും. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആപ്ലിക് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ മുന്താണിയിൽ ഇതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ടോണിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ കണ്ടോ നല്ല കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഈ അജ്രക് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അതായത് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക് വർക്കും ബോഡിയിലും മുന്താണിയിലും കൊടുത്തിരിക്കുന്ന ആപ്ലിക് വർക്കിൻ്റെ അതേ ഡിസൈൻ വരുന്ന കോട്ടൺ ബ്ലൗസ്. അടുത്തത് വരുന്നത് നമുക്ക് ഓർഗൻറ്റി കോട്ടണിൽ, സോഫ്റ്റ് ഓർഗൻറ്റി കോട്ടണിൽ വന്നിരിക്കുന്ന സാരി. ഗ്രേ ടോൺ. അതിൻ്റെ കണ്ടോ ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1680. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് 1680. അടുത്ത് വന്നിരിക്കുന്നത് ഓർഗൻറ്റിയിൽ തന്നെ സോഫ്റ്റ് ഓർഗൻറ്റിയാണ്. ഒത്തിരി ഇങ്ങനെ ഭയങ്കര പറന്ന് നിൽക്കുന്ന ടൈപ്പ് അങ്ങനെയല്ല. പീച്ച് ടോൺ. അതിനകത്ത് ഇതേപോലെ 1450. 1450. 50. ഇത് വിത്തൗട്ട് ബ്ലൗസാണ് കേട്ടോ.
അടുത്തത് വരുന്നത് പിങ്ക്. ഇതേ പിങ്കിൽ ഇതേപോലെ ഒരു കട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു ഹോൾസും എടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡറി വർക്ക് 1150. നല്ലൊരു ബേബി പിങ്ക് ടോൺ. ഇതൊക്കെ വിത്തൗട്ട് ബ്ലൗസാണ്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ബേജ് ടോൺ. ബേജിൽ ഇതേപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. വൺ സൈഡ് ബോർഡറും മുന്താണിയിലും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരും. 1550. അടുത്തത് വരുന്നത് ഒരു പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന കോട്ട മെറ്റീരിയലാണ്. ഇതിൻ്റെ ബോർഡറിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ഇതേപോലെയാണ് ബോർഡറിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1580. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസും. അടുത്തത് വരുന്നത് ബ്ലൗസ് ഗ്രീൻ ടോണിൽ കോട്ട മെറ്റീരിയൽ. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. എന്നിട്ട് വൺ സൈഡ് ബോർഡറും ഇതേപോലെ ഒരു സ്കാലപ്പ് ഡിസൈനിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1480. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ താഴെയാണ് അല്ല ഇതിൻ്റെ ഇതിൻ്റെ ഫുൾ വർക്കാണ് കേട്ടോ, താഴെയല്ല ഫുൾ വർക്കാണ്. ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു സെയിം വർക്ക്. നല്ലൊരു ഗ്രീൻ, ഒരു പിസ്ത ഗ്രീനും അല്ല, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഗ്രേ ബ്രൗൺ ചേർന്ന ഒരു ഷെയ്ഡ്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഗ്രേ ബ്രൗൺ ചേർന്നൊരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഗ്രീനിൽ തന്നെ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി. ആദ്യം കാണിച്ച പാറ്റേൺ സെയിം തന്നെയാണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി 2 ബോർഡറിലും വന്നിട്ട് ബോഡിയിലും ഇതേപോലെ ചെറിയ ചെറിയ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വരും. മുന്താണിയിലേക്കും ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1580. ഇത് വരുമ്പോഴും നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ കാണുന്ന ഭാഗത്തെല്ലാം വർക്കുണ്ട് കേട്ടോ. അടുത്ത വരുന്ന അതിൻ്റെ ലാവൻഡർ. ലാവൻഡർ കോട്ടൺ കോട്ടായിൽ വരുന്ന സാരീസാണ് ലാവൻഡർ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഗ്രേ ബ്രൗൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോൺ. അടുത്തത് വരുന്നത് നമുക്ക് ഓർഗൻഡി കോട്ടൺ ഉണ്ട്. ഓർഗൻഡി കോട്ടൺ. ഇതിൻ്റെ കണ്ടോ ബോർഡറിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. മുന്താണിയും ഇതേപോലെ വർക്ക് വരും. ഇതിൻ്റെ റേറ്റ് വരുന്ന 1590. ബേബി പിങ്ക് ടോൺ. ബ്ലൗസ് പീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, സെയിം ടോണിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ് പീസ്. അടുത്ത് വരുന്ന അതിൻ്റെ ബ്ലൂ. നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ക്രീം എന്ന് പറയാൻ എക്സാക്റ്റ് ക്രീമും അല്ല, നല്ലൊരു ഷെയ്ഡ് അല്ലേ. ക്രീം ചെറുതായിട്ടൊരു ബേജും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലുള്ളൊരു ഷെയ്ഡ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്